സമ്പത്തും ആരോഗ്യവും ഞാൻ നിനക്കായി നൽകിടുന്നു. യേശുവേ എൻ്റെ കർത്താവേ, ഞാനിനി എന്നും നിന്റേതു മാത്രം. ഈശോയെ, ഞാനിനി എന്നും നിന്റേതു മാത്രം. കർത്താവേ, ഞാൻ ഇനി എന്നും നിൻ്റേത് മാത്രം. ഈശോയുടെ തിരുസന്നിധിയിൽ പ്രിയമുള്ളവരെ, കരുണയുടെ മണിക്കൂറിൽ നമ്മളായിരിക്കുമ്പോൾ നമ്മളെ നോക്കി കർത്താവ് പറയുന്ന കാര്യവും ഇതാണ്: ഇനി എന്നും നീ എൻ്റേത് മാത്രം. ദൈവതിരുസന്നിധിയിലായിരിക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ഹൃദയങ്ങളെ ഇഴകീറി പരിശോധിക്കേണ്ട സമയമാണ്. കർത്താവിൻ്റെ പിറവിക്കായിട്ട് ഈ ആഗമന കാലത്ത് പ്രിയമുള്ളവരെ നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഒരുങ്ങുന്നത്, എന്ത് ലക്ഷ്യത്തിലാണ് നമ്മൾ ഒരുങ്ങുന്നത് എന്നൊക്കെ എന്ത് ചിന്തിക്കുന്നത് നല്ലതാണ്. കർത്താവിൻ്റെ കരുണയുടെയും മണിക്കൂറിൽ നമ്മളായിരിക്കുമ്പോൾ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഒരു കാര്യം ഇതാണ്: ഞാൻ എന്നും കർത്താവിൻ്റേതാണ്. ഞാൻ എന്നും കർത്താവിൻ്റെ സ്വന്തമാണ്. നമ്മുടെ ജീവിതം ഏറ്റവും എളുപ്പത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, തീരുമാനങ്ങളെടുക്കാൻ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന ഒരു ചിന്ത ഇതാണ്: ഞാൻ ദൈവത്തിൻ്റെയാണ്. ഞാൻ ദൈവത്തിൻ്റെ ആണെങ്കിൽ ഞാൻ നിൽക്കുന്നത് ദൈവത്തിൻ്റെ പക്ഷത്താണ്. ഞാൻ ദൈവത്തിൻ്റെ പക്ഷത്താണെങ്കിൽ ഞാൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവഹിതപ്രകാരമായിരിക്കും. നമ്മളൊരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, നമ്മളൊരാളോട് കൂറ് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്കറിയാം ആ വ്യക്തി ആഗ്രഹിക്കുന്നതും ആ വ്യക്തിക്ക് ഇഷ്ടമുള്ളതുമായ കാര്യങ്ങൾ ചെയ്യാൻ നമ്മൾ താല്പര്യപ്പെടും. ആ വ്യക്തിക്ക് വേദനിക്കുന്നതൊന്നും ചെയ്യാൻ നമ്മൾ ഇഷ്ടപ്പെടുകയില്ല. പ്രിയമുള്ളവരെ, അതുപോലെ തന്നെ എൻ്റെ ഉള്ളിൽ ആഴത്തിലൊരു ചിന്തയുണ്ടാവണം: ഞാനെന്നും ദൈവത്തിൻ്റേതാണ്, ഞാൻ ലോകത്തിൻ്റേതല്ല. നമ്മൾ അനുദിനം ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പൗലോസ്ലീഹ തൻ്റെ ലേഖനങ്ങളിൽ ആവർത്തിച്ച് ചോദിക്കുന്നൊരു കാര്യമുണ്ട്: നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നിരിക്കെ എന്തിന് നിങ്ങൾ ലോകത്തിൻ്റെ സ്വന്തമാണെന്ന് പറഞ്ഞ് ജീവിക്കുന്നു? കൊളോസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ കാര്യം പറയുന്നുണ്ട്: നിങ്ങൾ ലോകത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ്. ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ വീണ്ടും ചോദിക്കുകയാണ്: നിങ്ങൾ ഒരിക്കൽ രക്ഷിക്കപ്പെട്ടവരായിരുന്നില്ലേ, പിന്നെ എന്തിനാണ് വീണ്ടും നിങ്ങൾ നിങ്ങളുടെ പഴയ ജീവിത രീതികളിലേക്ക് തിരിച്ചു പോയത്? നിങ്ങൾ ദൈവത്തിൻ്റെ സ്വന്തമാണെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ? പ്രിയമുള്ളവരെ, നമ്മൾക്ക് മുൻപേ പോയ വിശുദ്ധരും രക്തസാക്ഷികളുമായിട്ട് എല്ലാവരും നമുക്ക് മുൻപിൽ തുറന്നു വെച്ച ഒരു വലിയ ജീവിത മാതൃക അതാണ്. ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അവർ ഉറപ്പോടുകൂടി ജീവിച്ചു. അവരുടെ ഉറപ്പെന്തായിരുന്നു? ഞാൻ ദൈവത്തിൻ്റെയാണ്, ഞാൻ ദൈവത്തിൻ്റെയാണ്. ഞാൻ ദൈവത്തിൻ്റെ സ്വന്തമാണെങ്കിൽ ദൈവത്തിൻ്റെ സ്വന്തമാണെന്നുള്ള ബോധ്യത്തിൽ ഞാൻ ജീവിക്കും. ദൈവത്തിൻ്റെ കൂടെ ഞാൻ നിൽക്കും. ലോകത്തിൻ്റെ വഴികളിലേക്ക് ഞാൻ എന്നെ തന്നെ വിട്ടുകൊടുക്കില്ല എന്ന ഒരു ബോധ്യം നമുക്ക് മുൻപേ തന്നിട്ട് പോയവരാണ് നമ്മുടെ മുൻപേ പോയ വിശുദ്ധരും രക്തസാക്ഷികളും എല്ലാവരും. ഈശോയിൽ പ്രിയമുള്ളവരെ, കർത്താവിൻ്റെ കരുണയ്ക്ക് വേണ്ടി ഇന്നേ ദിവസം നമ്മളിവിടെ പ്രാർത്ഥിക്കുവാനായിട്ട് ഒന്നു ചേരുമ്പോൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിരുന്ന് ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിലിരുന്ന് നിങ്ങൾ ഈ ആരാധനയിൽ പങ്കെടുക്കുമ്പോൾ ഏറ്റവും ആദ്യം നമ്മുടെ ജീവിതത്തെ, നമ്മുടെ ഹൃദയങ്ങളെ ഇഴകീറി പരിശോധിച്ച് നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാൻ പറ്റണം: ഞാൻ ആർക്കു വേണ്ടിയാണ് ജീവിക്കുന്നത്? ഞാൻ ആരുടെ പക്ഷത്താണ് ജീവിക്കുന്നത്? ഞാൻ ആരുടെ സ്വന്തമാണെന്നാണ് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ തെളിയിക്കുന്നത്? ദൈവതിരുസന്നിധിയിൽ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നോക്കുമ്പോൾ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച് എനിക്ക് വേണ്ടി അപ്പമായി തീർന്ന് എന്നോട് കൂടെ ഇരിക്കുമ്പോൾ ഈ ദിവ്യകാരുണ്യത്തിൽ കർത്താവ് എന്നോട് പറയുന്ന കാര്യം എന്താ? ഞാൻ മരിച്ചത് നിനക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ പീഡയേറ്റത് നിനക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ അപ്പമായത് നിനക്ക് വേണ്ടിയിട്ടാണ്, ഞാൻ രക്തം ചിന്തിയത് നിനക്ക് വേണ്ടിയിട്ടാണ്. പ്രിയ സഹോദര, പ്രിയ സഹോദരി, പ്രിയ മകനെ, പ്രിയ മകളെ, ദൈവതിരുസന്നിധിയിൽ ദൈവത്തിൻ്റെ സ്വന്തമാണ് ഞാനെന്ന അഭിമാനത്തിലും അവബോധത്തിലും ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ. ആ ദിവ്യ സ്നേഹത്തിൻ്റെ മുൻപിൽ ശിരസ്സ് നമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന്
നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരമ പരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ഈ ആഗമന കാലത്തിൽ കർത്താവിൻ്റെ തിരുപ്പിറവയ്ക്കായിട്ട് നമ്മൾ ഒരുങ്ങുന്ന നേരം പരിശുദ്ധ അമ്മയ്ക്ക് ഗബ്രിയേൽ മാലാഖ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. ലൂക്ക 1:37. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇത് പറയാനുള്ള സാഹചര്യം, പരിശുദ്ധ അമ്മയ്ക്ക് മംഗളവാർത്ത നൽകിയതിന് ശേഷം അമ്മയ്ക്ക് ഒരു ഉത്തരം എന്നത് വണ്ണം ഗബ്രിയേൽ മാലാഖ പറയുന്നുണ്ട്, നിൻ്റെ ചാർച്ചക്കാരി വൃദ്ധയായ എലിസബത്ത് ഇപ്പോൾ 6 മാസം ഗർഭിണിയാണ്. അതുകൊണ്ട് നീ കരുതണം, ലോകം അസാധ്യമെന്ന്, ലോകം പറ്റില്ല എന്ന് പറയുന്നിടത്ത്, നടക്കില്ല എന്ന് പറയുന്നിടത്ത് അതിനു മീതെ അധികാരമുള്ള ഒരു ദൈവമുണ്ട്. ഞാൻ ആരുടെ കൂടെ നിന്നാലും, ഞാൻ ആരുടെ പക്ഷത്താണെന്ന് തിരഞ്ഞെടുത്താലും അന്തിമ വിജയം ദൈവത്തിൻ്റേതാണ് എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുക. പ്രിയമുള്ളവരെ, നാളത്തെ ജീവിതം എന്തായി തീരും എന്ന് നമുക്ക് അറിവില്ല എന്നത് തന്നെയാണ് ദൈവത്തിൽ ആശ്രയിക്കുവാനുള്ള നമ്മുടെ ഏറ്റവും വലിയ കാരണം. എത്ര ജ്ഞാനിയാണെന്ന് നമ്മൾ പറഞ്ഞാലും, എത്ര ബലവാന്മാരാണെന്നും ബലശാലികളാണെന്ന് നമ്മൾ പറഞ്ഞാലും, എത്രമാത്രം അറിവുണ്ടെന്ന് നമ്മൾ അഹങ്കരിച്ചാലും, നാളത്തെ അല്ലെങ്കിൽ എൻ്റെ അടുത്ത ഒരു മിനിറ്റിനെ നിർവചിക്കാനോ പ്രിഡിക്റ്റ് ചെയ്യാൻ പോലുമോ നമുക്കാർക്കും സാധിക്കില്ല. അടുത്ത സെക്കൻഡിൽ എൻ്റെ ജീവിതത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് ഊഹിക്കാനല്ലാതെ കൃത്യമായിട്ട് പറയാൻ നമുക്കാർക്കും സാധിക്കില്ല. എന്നാൽ എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും സ്വന്തം കൈവെള്ളയിൽ എന്നതുപോലെ എന്നെ കരുതുന്ന ഒരു കർത്താവുണ്ട്. വചനം നമ്മോട് പറയുകയാണ്, പരിശുദ്ധ അമ്മയോട് മാലാഖ പറഞ്ഞതുപോലെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. അതുകൊണ്ട് ഫിലിപ്പിയർക്കുള്ള ലേഖനം 4:19 നമ്മൾ വായിക്കുകയാണ്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഫിലിപ്പിയിലെ സഭയ്ക്ക് പൗലോസ് ലേഖ കാരാഗൃഹത്തിൽ കിടന്നെഴുതുന്ന വചനമാണ്. അവരോട് ആനന്ദിക്കുവനെന്ന് പറഞ്ഞ പൗലോസ് ലേഖ പറയുന്നൊരു കാര്യമാണ്, എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം തരും. ഇതാണ് പ്രിയമുള്ളവരെ നമ്മുടെ വിശ്വാസത്തിൻ്റെയും ശരണത്തിൻ്റെയും അടിസ്ഥാനം. ദിവ്യകാരുണ്യത്തിന് മുൻപിൽ നമ്മളായിരിക്കുമ്പോൾ കർത്താവിൻ്റെ കരുണയുടെ ഛായാചിത്രത്തിൻ്റെ അടിയിൽ എഴുതി വച്ചിരിക്കുന്ന ഒരു വാചകമില്ലേ, ജീസസ് ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. എന്താണ് ശരണം അല്ലെങ്കിൽ എന്താണ് ട്രസ്റ്റ്? അതായത് എനിക്ക് അറിയത്തില്ലാത്ത കാര്യങ്ങളിൽ, ഞാൻ കടന്നു പോകുന്ന ഓരോ നിമിഷങ്ങളിലും മറ്റൊരാളിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകാനെടുക്കുന്ന തീരുമാനമാണ് ശരണം. എനിക്ക് ജീവിതത്തിൽ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഞാൻ ദൈവത്തിൽ ശരണപ്പെട്ടിട്ട് ഞാൻ പറയും, എൻ്റെ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ആവശ്യമുള്ളത് എനിക്ക് തരും. എൻ്റെ ഒരു ഉറപ്പാണ് അത്. ശരണം വയ്ക്കുന്നവർക്കുള്ളത്, ട്രസ്റ്റ് ചെയ്യാൻ ഒരു വ്യക്തിക്കുള്ള കാരണം എന്താ? ഒരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം എന്നെ കൈവിടില്ല എന്നുള്ള ഒരു ഉറപ്പ്. പ്രിയമുള്ളവരെ, മനുഷ്യർ മാറ്റം വന്ന് മാറിപ്പോയേക്കാം. നമ്മൾ ശരണം വയ്ക്കുന്ന ലൗകികമായ വസ്തുക്കൾ മാറിപ്പോയേക്കാം. പക്ഷേ ഒരിക്കലും മാറാതെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളിലും എന്നോട് വിശ്വസ്തനായിരിക്കുന്ന ഒരേ ഒരാൾ മാത്രം, അത് കർത്താവാണ്, അത് ഈശോവാണ്. നമ്മൾ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നുണ്ട്. എന്തു ചെയ്യണം, എന്തു തീരുമാനമെടുക്കണമെന്നറിയാൻ നമ്മൾ വിഷമിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ മുൻപിൽ ഒത്തിരിയേറെ തടസ്സങ്ങളും പ്രതിസന്ധികളുമുണ്ട്. നിരാശയും നിസ്സഹായതയുമുണ്ട്. നമ്മളെക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ കഴിവിൻ്റെ പരമാവധി നമ്മൾ പരിശ്രമിച്ചു, നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ നമ്മൾ ചെയ്തു, നമ്മളെക്കൊണ്ട് പരിശ്രമിക്കാനപ്പുറം നമ്മൾ പരിശ്രമിച്ചു, പക്ഷേ ഒരു മാറ്റവും നമ്മൾ കാണുന്നില്ല. അപ്പോൾ പ്രിയമുള്ളവരെ, വചനം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം ഇതാണ്, നീ ദൈവത്തിൽ ശരണപ്പെടുക. കാരണം ദൈവത്തിന് ഒന്നും അസാധ്യമല്ല. ഇന്നും കർത്താവ് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നൊരു കാര്യം, നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നൊരു ദൈവമല്ല. ദൈവത്തിനൊന്നും അസാധ്യമല്ലല്ലോ. എന്നാൽ പിന്നെ എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ ഈ നിമിഷം, അടുത്ത നിമിഷം 1 ലക്ഷം രൂപ വന്ന് വീഴട്ടെ എന്ന് പറയുന്ന എൻ്റെ ജ്വൽപ്പനങ്ങളെ,
എൻ്റെ ആഗ്രഹങ്ങളെ, ദുരാഗ്രഹങ്ങളെ തൃപ്തിപ്പെടുത്തുന്നൊരു ദൈവമല്ല എനിക്കുള്ളത്. പിന്നെയോ, ഞാൻ ഇപ്പോൾ നല്ലതെന്ന് ആഗ്രഹിക്കുന്നത് നാളെ എനിക്ക് തിന്മയായി ഭവിക്കുമെന്നറിയാമെങ്കിൽ ഇന്ന് നല്ലതെന്ന് ഞാൻ കരുതുന്നതിനെ വേണ്ട എന്ന് വയ്ക്കുന്ന ദൈവമാണ്. എൻ്റെ ആവശ്യം എവിടെയാണ്? ഞാൻ സമ്പത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ദൈവം എനിക്ക് ജോലിയെടുക്കാനുള്ള, പണിയെടുക്കാനൊരു അവസരം കൊണ്ടു തന്നേക്കാം. ദേഷ്യം മാറണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ ക്ഷമ അഭ്യസിക്കുവാനുള്ള അവസരങ്ങൾ ദൈവം എനിക്ക് കൊണ്ടു തന്നേക്കാം. ബലവാനാകണമെന്നും ബലശാലിയാകണമെന്നും ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഒരുപക്ഷെ എന്നെ ബലവാനാക്കാൻ ഉതക്കുന്ന സ്ട്രഗിൾസ്, കഷ്ടപ്പാടുകൾ കർത്താവ് എനിക്ക് തന്നേക്കാം. കർത്താവ് എൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് എന്നെ സ്നേഹിക്കുന്ന ഒരു പിതാവിനെ പോലെയാണ്. യഥാർത്ഥത്തിലൊരു നല്ല പിതാവ് മക്കൾക്ക് പാത്രത്തിൽ മീനിട്ട് കൊടുക്കുകയല്ല, മക്കളെ മീൻ പിടിക്കാൻ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ സ്വർഗസ്ഥനായ പിതാവും അതുപോലെയാണ്. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും നിവൃത്തിയാക്കി തരുന്നൊരു പിതാവായ ദൈവമല്ല എനിക്കുള്ളത്. പിന്നെയോ, എൻ്റെ ആവശ്യങ്ങൾ തിരിച്ചറിഞ്ഞ് എനിക്ക് നന്മയ്ക്കൊതുകുന്ന കാര്യങ്ങൾ മാത്രം എനിക്ക് തരുന്നൊരു ദൈവമാണ്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമുക്ക് പ്രാർത്ഥിക്കേണ്ട നമ്മുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം ഇതാണ്: എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് കർത്താവായ യേശുക്രിസ്തു വഴി എനിക്ക് ആവശ്യമുള്ളത് തരും. കർത്താവിൻ്റെ ജീവിതത്തിൽ നിന്ന് ചില കാര്യങ്ങൾ തടഞ്ഞു വയ്ക്കുന്നുണ്ടെങ്കിൽ ഞാൻ അറിയണം, ഞാൻ ചോദിച്ചിട്ടും ദൈവം എനിക്കത് തരുന്നില്ല എന്നുണ്ടെങ്കിൽ അതെൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. ഞാൻ ആഗ്രഹിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഞാൻ പാസ്സാകുന്നില്ലെങ്കിൽ എൻ്റെ മനസ്സിൽ അത് നല്ലതായിരുന്നു, ജോലി കിട്ടിയേനെ, കാശ് കിട്ടിയേനെ, പക്ഷേ നാളെ അതുവഴി എൻ്റെ ജീവിതം വരും വർഷങ്ങളിൽ അധോഗതിയിലേക്ക് പോകും, ഞാൻ വീഴ്ച അനുഭവിക്കും, എനിക്ക് നല്ലതല്ല എന്ന് കാണുന്ന ദൈവം ഞാൻ ആ ഗർത്തത്തിൽ വീഴാൻ കാത്തു നിൽക്കാതെ ആ ഇൻ്റർവ്യൂ പാസ്സാക്കാതെ തന്നെ എന്നെ കാക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടിൽ നല്ലതായിരിക്കാം, പക്ഷേ പ്രിയമുള്ളവരെ, ദൈവം സമയത്തിനപ്പുറം നമ്മുടെ ജീവിതം കാണുന്നവനാണ്. ആ കർത്താവിൻ്റെ കരം പിടിച്ച് കർത്താവിനെ ആശ്രയിച്ച് മുന്നോട്ടു പോകാനുള്ള ധൈര്യമാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ശരണം. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ. ഈശോയെ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. പരീക്ഷ എഴുതാൻ പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ, വണ്ടി ഓടിക്കുമ്പോൾ, കർത്താവെ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. കാരണം നീ എൻ്റെ നന്മയ്ക്കായിട്ടെല്ലാം പരിണമിപ്പിക്കുമെന്ന് എനിക്കറിയാം. ഈ ഗാനത്തിൻ്റെ വരികൾക്കൊപ്പം നമ്മുടെ ഹൃദയങ്ങളെയും ദൈവസന്നിധിയിലേക്ക് ഉയർത്തി പ്രിയമുള്ളവരെ നമുക്കും പാടി പ്രാർത്ഥിക്കാം. എൻ്റെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും അടുത്ത ഒരു സെക്കൻഡിൽ പോലും എന്ത് സംഭവിക്കും എന്നെനിക്കറിയില്ലെങ്കിലും ഞാൻ ഭയപ്പെടുന്നില്ല, ഞാൻ സംഭ്രമിക്കുന്നില്ല. കാരണം എൻ്റെ ദൈവം എന്നെ കാത്തുകൊള്ളും എന്നെനിക്കുറപ്പുണ്ട്. ഞാൻ ഉറങ്ങുമ്പോഴും എണീക്കുമ്പോഴും ഞാൻ ടെൻഷൻ അടിക്കുന്നില്ല. സങ്കീർത്തനം പറയുന്നില്ലേ, കാരണം ഞാൻ ഉറങ്ങുന്നതും എണീക്കുന്നതും ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. ആ ഒരു ആത്മവിശ്വാസം, ദൈവത്തിൻ്റെ പൈതലാണെന്നൊരു ആത്മവിശ്വാസം, എൻ്റെ കർത്താവ് എന്നെ കാക്കും എന്ന ആത്മവിശ്വാസം, എൻ്റെ ദൈവം എൻ്റെ കൂടെ വരും എന്ന ആത്മവിശ്വാസം, എൻ്റെ ദൈവം എനിക്ക് നന്മയായിട്ടുള്ളത് മാത്രമേ അനുവദിക്കൂ എന്നുള്ള ഉറപ്പാർന്ന വിശ്വാസം നമുക്കുണ്ടാവട്ടെ. ദൈവതിരുസന്നിധിയിൽ ഈ ഗാനത്തിൻ്റെ വരികൾക്കൊപ്പം നമുക്കും പാടി പ്രാർത്ഥിക്കാം. കർത്താവെ, അങ്ങിൽ ആഴപ്പെട്ട് വിശ്വസിക്കുവാൻ, ശരണപ്പെടുവാൻ എൻ്റെ ഹൃദയത്തെ നീ തുറക്കണമേ. കരുതുന്നവൻ ഞാനല്ലയോ ഈശോയെ, കലങ്ങുന്നതെന്തിനു നീ? ആമേൻ. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ഈശോയെ, കൈവിടുകയില്ല ഞാൻ നിന്നെ. എന്നെ കാക്കുന്നവൻ വിശ്വസ്തനാണ്. എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. ഈശോ, എൻ്റെ മഹത്വം കാണുക നീ, എൻ്റെ കയ്യിൽ തരിക നിന്നെ. കർത്താവേ, എൻ്റെ ശക്തി ഞാൻ നിന്നിൽ പകർന്നു, എന്നും നടത്തിയിടും കൃപയിൽ. കരുതുന്നവൻ ഞാനല്ലയോ ഈശോയെ, കലങ്ങുന്നതെന്തിനു നീ? കൈവിടാത്തവൻ, കണ്ണുനീരിൻ്റെ താഴ്വരയിൽ കൈവിടുകയില്ല ഞാൻ നിന്നെ. ദൈവതിരുസന്നിധിയിൽ കർത്താവിൻ്റെ കരുണയുടെ ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് നമുക്കൊരുങ്ങാം. മുട്ടിന്മേലായിരുന്നു കൊണ്ട്
കരങ്ങളെ മാറോട് ചേർത്ത് ശിരസ് നമിച്ച് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ ആശീർവാദം നമുക്ക് ഏറ്റെടുക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേയ്ക്കാരാധന.